അതിന് പോംവഴി ഉണ്ടാക്കാം. ആരവിടെ? അടിയൻ. മനുഷ്യകുലത്തിൽ ജനിച്ചൊരു രാജകുമാരൻ നമ്മുടെ അതിഥിയായി വരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കടൽ തീരം മുതൽ ഈ കൊട്ടാരം വരെയുള്ള വഴികളിൽ നിന്ന് സർപ്പങ്ങളെയും അവ ഉച്ഛ്വസിക്കുന്ന വിഷവായുവിനെയും മാറ്റി നിർത്താൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക. ശരി തമ്പുരാനെ. ഇത് നമ്മുടെ ആജ്ഞയാണ്. ഉരകവർഗത്തിൽപ്പെട്ട ആരും ഈ ആജ്ഞ ലംഘിച്ചു പോകരുത്. നാം മറ്റൊരു കൽപ്പന പുറപ്പെടുവിക്കും വരെ. ഉത്തരവ് നാഗരാജാവേ. നിങ്ങളുടെ ആ മനുഷ്യ സുഹൃത്തിന് ഈശ്വരന്റെ ഒരു അനുഗ്രഹം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ എന്നോടൊപ്പം ജലന്ധരനും അനന്തനും വന്ന് ചേരില്ലായിരുന്നല്ലോ. എന്താ മന്ത്രി തിടുക്കത്തിൽ? അങ്ങയോട് പെട്ടെന്നുണ്ടായ ഒരു കാര്യം അറിയിക്കാനാണ് ഞാൻ എത്തിയത്. എന്തായാലും പറഞ്ഞോളൂ. നാഗരാജൻ അറിയിച്ചതിന് വിപരീതമായി കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് വരണ്ട എന്നാണ് നാഗകൽപ്പന. വരണ്ടെന്നു? താങ്കൾ എന്താണ് ഈ പറയുന്നത്? നാഗരാജാവിന്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ ഇദ്ദേഹമായി അങ്ങോട്ട് പുറപ്പെടാൻ ഒരുങ്ങിയത്. എന്നിട്ടിപ്പോ ചെല്ലണ്ടെന്ന് പറഞ്ഞ? അതാ നാഗകന്യക ഇദ്ദേഹം അങ്ങോട്ടേക്ക് വരുന്നതിന് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. കേവലം ഒരു മനുഷ്യൻ നാഗലോകത്തേക്ക് കടക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് എതിർത്തു. പുത്രിയുടെ വാക്കുകൾ കേട്ട രാജന് അതനുസരിക്കേണ്ടി വന്നു. ഇവിടെ നിൽക്കാതെ എത്രയും വേഗം ഇദ്ദേഹം ഈ നാട് വിടുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ സർപ്പദംശനത്താൽ അപമൃത്യു സംഭവിക്കും. ഓർമ്മയിരിക്കട്ടെ. നിങ്ങളോ? മനുഷ്യർക്ക് ഈ നാഗലോകത്ത് പ്രവേശിക്കാൻ പാടില്ലെന്ന നാഗരാജാവിന്റെ കൽപ്പന നിങ്ങൾ ലംഘിച്ചു അല്ലേ? നിങ്ങൾക്കിനി മനുഷ്യായസില്ല. നിങ്ങളുടെ അന്ത്യം ഈ നാഗലോകത്ത്. ആരവിടെ?